നോ എയർ പൊല്യൂഷൻ, നോ സൗണ്ട് പൊല്യൂഷൻ, എക്കോ ഫ്രണ്ട്ലി ഓല. നിങ്ങൾക്ക് ഇതിന്റെ റിവ്യൂ അറിയണ്ടേ? 30 ദിവസമായി വണ്ടി എടുത്തിട്ട്. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി ഇത് യൂസർ ഫ്രണ്ട്ലി ആണോ എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. നല്ല ഭീകര ചൂടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തണലത്ത് പോയി നിന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, കമോൺ. ഈ വണ്ടി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസമായി. അപ്പോ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുവാണെങ്കിൽ ഗുണവുമുണ്ട്, അതുപോലെ തന്നെ ദോഷവുമുണ്ട്. നമുക്കത് എന്തുവാണെന്നുള്ളതല്ലേ അറിയേണ്ടത്. ഈ ഒല S1 Pro ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചേട്ടനാണ്. ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറാമാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, പുള്ളിക്കാരന് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് ഭയങ്കര പാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇൻട്രോ എടുക്കുന്നതും അതുപോലെ തന്നെ വീഡിയോസിൽ മുമ്പിൽ നിൽക്കുന്നതും ഒക്കെ. നമുക്ക് പുള്ളിയെ കൊണ്ടുവരാം, പുള്ളി പറയട്ടെ എന്തുവാ പ്രശ്നമൊന്നും. കൂട്ടത്തിൽ ഞാനും പറയാം. അപ്പൊ പിന്നെ സാറ് വന്നോളൂ. ഹായ്. അപ്പൊ എന്തൊക്കെയാണ് വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ? ഇപ്പൊ എന്തായാലും 1 മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ നീയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഉപയോഗിച്ച ഇത് വെച്ചിട്ടൊന്ന് പറഞ്ഞു തന്നെ. നമുക്ക് ഫസ്റ്റ് നെഗറ്റീവ് തന്നെ പറയാം. നെഗറ്റീവ് പറയും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഹാങ് ആവും എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചാവി ഇല്ലാത്ത ചാവി എന്ന് പറഞ്ഞാൽ കീ ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകണമെങ്കിൽ ഇത് പാസ്വേഡ് അടിച്ചല്ലാതെ ഈ സാധനം ഓണാക്കാൻ പറ്റൂല. ഇത് ഹാങ്ങാനും ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിന്ന് വിയർക്കും. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഉള്ള പ്രശ്നമല്ല, എനിക്ക് തോന്നിയതാ, ഇതിന്റെ കളറിന്റെ ഒരു പ്രശ്നമുണ്ട്. കളറെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കളറിന് എവിടെ ഒരു ചെറിയ പൊടി ഇരുന്നാലും അറിയാൻ പറ്റും. ഇപ്പോഴീ പൊതുവേ വേനൽക്കാലമായിട്ട് നല്ല പൊടിയുണ്ടല്ലോ, ആ പൊടി ഒരു ചെറിയ പൊടി വന്നിരുന്നാലും പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഇനി എനിക്ക് പറയാനാണെങ്കിൽ ഈ 1 മാസത്തിനിടയിൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചൊരു സംഭവം ഉണ്ടായി. സാധാരണ നോർമലി ഹാങ് ആയി കഴിഞ്ഞാൽ റീബൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവുന്നതാണ്. അന്നത്തെ ദിവസം അത് ഓക്കെ ആയില്ല. പിന്നെ ഷോറൂമിൽ വിളിച്ച് അവരും റീബൂട്ടിൻ്റെ കാര്യം തന്നെ പറഞ്ഞത്. പിന്നെ ഇതേ സാധനം സെയിം സാധനമുള്ള നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് അവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഈ സാധനം ഓണായത്. ആ പറഞ്ഞു തന്ന സാധനം എന്താന്ന് അനിയൻ പറഞ്ഞത്. റീബൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം റീബൂട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ആ കൂട്ടത്തിൽ നമുക്ക് റീബൂട്ട് ചെയ്താലും ഈ പറയുന്ന പോലെ S1 Pro ഓൺ ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര സീക്രട്ട് റിവീലാണ്. ഇത് എല്ലാവരും ഇടത്തില്ല. ഇനിയിപ്പോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടോ, നമ്മുടെ സീറ്റിന്റെ താഴെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ വലിയൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. നോർമലി വണ്ടി ഓൺ ആവാതിരിക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഡിക്കിയുടെ ഇതാണ് ഡിക്കിയുടെ ഓപ്ഷൻ. ഇത് ഓപ്പൺ ചെയ്യുന്നത്, ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അപ്പോൾ വണ്ടി ഓൺ ആവുന്നില്ല. അപ്പോഴുള്ള സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഡിക്കിയുടെ ഈ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ആണി ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, മുകളിലോട്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കണ്ടോ, നമ്മുടെ ബൂട്ട് സ്പേസിൽ ഒരു ബാറ്ററി ഇടുന്ന പോലെ ഒരു ചെറിയൊരു ഡ്രോ മോഡൽ സെറ്റപ്പ് ഉണ്ട്. കണ്ടോ, ഈ ഒരു ഐറ്റത്തിന് നമുക്ക് ഈ പിന്ന് ഇത് ഊരാനും ഇടാനും ഈസിയാണ്.
വണ്ടി ഓൺ ആയില്ല എങ്കിൽ നമ്മൾ ഇത് ഊരുക, വീണ്ടും പ്ലഗിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്ലഗിൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ചിതുപോലെ വെക്കുക. ഡിക്കി അടയ്ക്കുക, ബൂട്ട് സ്പേസ് അടയ്ക്കുക. ഓക്കെ, വണ്ടി ഓൺ ചെയ്യുക, റീബൂട്ട് ആവും. അത്രേ ഉള്ളൂ സംഭവം. ഇത് അറിഞ്ഞില്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. ഷോറൂമിൽ വിളിക്കാൻ പറ്റും. ഷോറൂമിൽ നിന്ന് പിന്നെ ഒരാൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങുള്ള കാര്യമാണ്. കാര്യം എത്രത്തോളം സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതൊന്നും അറിയില്ല. കാര്യം വിലയാണല്ലോ, സമയം ഭീകരമാണല്ലോ. അപ്പൊ പിന്നെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഏകദേശം 130 കിലോമീറ്ററോളം വണ്ടി നോർമൽ മോഡിൽ പോകുന്നുണ്ട്. എക്കോ മോഡിലാണെങ്കിൽ 175 കിലോമീറ്ററോളം നമുക്ക് ഓടിക്കാം. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം, ചാർജിങ് സ്റ്റേഷനുകൾ എല്ലായിടത്തും ഇല്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. കാര്യം നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു 200 കിലോമീറ്ററോളം ദൂരം പോകണമെങ്കിൽ നമുക്കതൊരു ചലഞ്ചാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് അത്രയും ദൂരം പോയിട്ട് നമുക്ക് തിരിച്ചു വരിക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. ഒന്നുകിൽ ചാർജിങ് സ്റ്റേഷൻ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി നമ്മൾ ചാർജ് ചെയ്യണം. വീടുകളിലോ കടകളിലോ എവിടെയെങ്കിലും പോയി ചാർജ് ചെയ്തേ പറ്റുള്ളൂ. അതുമല്ല ഓല ഷോറൂമിൽ ചാർജിങ് കിട്ടും. ഓല ഷോറൂമിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും. സ്റ്റേഷനില്ല, അല്ലാതെ അവിടെ ചാർജ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ പോസിറ്റീവ് പറയാൻ നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കാന്ന് വിചാരിച്ചു. ചാർജിങ്ങിനെ കുറിച്ച് പറ. ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ 0 to 100 ഒരു 6 മണിക്കൂറാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ അതിനെപ്പറ്റി നോക്കിയിട്ടേ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി ചാർജിന് വെക്കുന്നു, വെളുപ്പിന് ജിമ്മിൽ പോകാൻ നേരത്ത് ഓഫ് ആക്കിയിട്ട് പോകുന്നു. സംഭവം ഇത് കട്ട് ഓഫ് ആവുകയല്ലേ ചെയ്യുന്നത്? ഇത് ചാർജറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പുറകെ അയ്യോ ചാർജർ ഉരിയില്ലല്ലോ, അയ്യോ ചാർജർ കത്തിപ്പോയി കാണും എന്നൊന്നും നോക്കി പൊട്ടിത്തെറിക്കും അങ്ങനെയുള്ള ഒരു സാധനമൊന്നും ഇതുവരെ ഒരു ഫീലില്ല. പിന്നെ ഈ വണ്ടി എങ്ങനെ പെട്ടെന്ന് കത്തിപ്പോകത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും ടെൻഷൻ ആവേ വേണ്ട. അങ്ങനെ പൊട്ടിത്തെറിക്കുന്നോ അല്ലെങ്കിൽ വെയിലത്ത്, സത്യം പറഞ്ഞാൽ നമ്മളൊരു ഫോൺ യൂസ് ചെയ്യുന്ന കണക്ക് യൂസ് ചെയ്യാം. ചാർജ് തീരുമ്പോൾ ചാർജിന് വയ്ക്കുക, ചാർജ് ഫുൾ ആകുമ്പോൾ എടുക്കുക, വണ്ടി ഓടിക്കുക, പമ്പിൽ കയറണ്ട. ഇപ്പോഴത്തെ എണ്ണ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, 107 അല്ലേ? 107 ലിറ്ററിന്. എന്തിന് പമ്പിൽ കയറണ്ട? അത്യാവശ്യം നമ്മുടെ ഈ ചടങ്ങുകൾക്ക് നമ്മളെ ഏരിയയിലോട്ടൊക്കെ നല്ല രീതിയിൽ പോവാം. ഈ കൊണ്ടുവരുന്ന കണക്ക് ആകെ ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു 600 രൂപ ആ ലെവലിലെ 600 അടുപ്പിച്ച് കറണ്ട് ചാർജ് അഡീഷണൽ ആവുന്നുള്ളൂ. അതുപോലെ ഇത് എപ്പോഴും എല്ലാ ടൈമൊന്നും ഇത് ഫുള്ള് ചാർജ് തീരുന്നില്ല. നമുക്ക് ഈ ലോങ് ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇവിടുന്ന് കുളത്തൂപ്പുഴ പോയിട്ട് നിനക്ക് തിരിച്ചു വരുമ്പോൾ എത്ര പെർസെന്റേജ് ചാർജ് ഉണ്ടാവും? ചടയമംഗലത്ത് നിന്ന് കുളത്തൂപ്പുഴ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാനിപ്പോ എക്കോ മോഡാണ് ഇട്ടേക്കുന്നെങ്കിൽ നല്ലൊരു ശതമാനം ഉണ്ടായിരിക്കും. നോർമൽ മോഡ് ഇട്ടേക്കാണെങ്കിൽ എനിക്കൊരു 25% അല്ല 25 കിലോമീറ്ററും കൂടെ ഓടാം. അത് 10% അത്രയും ചാർജ് ഒക്കെ ആണ്. അങ്ങനെ അത്ര പെട്ടെന്ന് വഴിയിലാവും. വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ നോർമൽ മോഡിൽ മാത്രമല്ല ഇട്ട് പോകുന്നത്. ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ സ്പോർട്സ് ആക്കും, ചിലപ്പോൾ പിന്നെ അഹങ്കാരം കൂടുകയാണെങ്കിൽ ഹൈപ്പർ ആക്കും. അപ്പോഴത്തേക്ക് ഇതിലെല്ലാം ഈ കിലോമീറ്റർ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇതിന്റെ ഡിസ്പ്ലേയിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ മോഡലിൽ എത്രയൊക്കെ കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് ഇതിൽ അറിയാൻ പറ്റും. പിന്നെ വെള്ളം നനഞ്ഞാൽ ഡിസ്പ്ലേ വർക്ക് ആവൂ? വെള്ളം നനഞ്ഞാൽ ഇന്നാളെ ഞാൻ മഴയത്ത് കൊണ്ടുപോയിട്ട് വന്നപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, ഡിസ്പ്ലേ ഒക്കെ വർക്ക് ആവുന്നുണ്ട്. ചില നേരത്തെ ഈ ഹാങ്ങിങ് ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി പൊളിയാ. നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം 2 ഹെൽമെറ്റ് അതിനകത്ത് സിമ്പിൾ ആയിട്ടിരിക്കും. ആണെങ്കിൽ ഒരു 10 കിലോ വരെ അരിച്ചാക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെച്ചോണ്ട് വരാം. സ്ഥലമുണ്ട്. പിന്നെ പവർ, ഇപ്പൊ ഞാനും നീ കൂടെ പോവുകയാണെങ്കിൽ ഹൈപ്പർ മോഡ് വേണം. ഈ ഒരു കയറ്റം കയറുവാണെങ്കിൽ ഇത് എനിക്കിപ്പോ 82 കിലോ ഉണ്ട്, ഇവന് 84 കിലോ ഉണ്ട്. 84 കിലോ. നമ്മൾ രണ്ടും കൂടെ നോർമലിലാണെങ്കിൽ വണ്ടി ഒന്ന് ഇങ്ങനെ കയറിപ്പോകുന്ന ഒരവസ്ഥ. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്പോർട്സ് മോഡിലോട്ട് ആക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് കയറിപ്പോകും. ഹൈപ്പർ മോഡ് വരുമ്പോഴത്തേക്കും സ്പോർട്സ് മോഡിനെക്കാട്ടിയും താഴെയാണ്, ടോപ്പാണ്, ഏറ്റവും ടോപ്പ് ലെവലാണ് ഹൈപ്പർ മോഡ്. ഹൈപ്പർ ആണെങ്കിൽ KSRTC ബസ്സൊന്നും അടുത്തൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പറിലിട്ട് നമുക്ക് തീയും പുകയായിട്ട് പോവാം. പിന്നെ ഒരു പ്രശ്നം, നല്ല സ്പീഡാണ്.
പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് പേടിക്കേണ്ടത് KSRTC ബസ് പോകുമ്പോഴുള്ള കാറ്റ് പിടിക്കുക. അത് ഒരു വട്ടം നമ്മൾ രണ്ടും കൂടെ പോയപ്പോഴേ സംഭവം അങ്ങനെ ഉണ്ടായി. നമ്മൾ ഈ രണ്ടിന്റെ വെയിറ്റ് വച്ചിട്ട് പോലും കാറ്റ് പിടിച്ച് പോയി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുമല്ല ഈ പിറവിന്ന് വരികയാണെങ്കിൽ നന്നായിട്ട് ഹോൺ അടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല എത്ര പേരായില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. പിന്നെ നൈറ്റ് ഡ്രൈവിന് സെറ്റപ്പാ. ഒരു മെലഡി പാട്ടൊക്കെ ഇട്ട് സിംഗിൾ ആയിട്ടൊക്കെ ഒന്ന് പോകണം, അല്ലെങ്കിൽ വൈഫിനെയും കൊണ്ട് പോയാലും മതി. പാട്ട് നമുക്ക് കേൾപ്പിക്കാം. നമുക്കൊന്ന് പാട്ട് കേൾപ്പിച്ചാലോ? കമാ ഓഫ്. സംഭവം കണക്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ബ്ലൂടൂത്ത് ഓൺ ആക്കുക, അതുപോലെ തന്നെ Ola S1 പെയർ ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടോ ഇതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഫോണുമായിട്ട് കണക്റ്റായി. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ യൂട്യൂബിലോ അതുപോലെ സ്പോട്ടിഫൈയിലോ ഒക്കെ പാട്ടിടാം. ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ. പാട്ട് അധികം പ്ലേ ചെയ്യുന്നില്ല കേട്ടോ, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അത്രേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. അടുത്തതായി നമ്മൾ പാർട്ടി മോഡ് കാണാൻ പോവുക കേട്ടോ. ഓൺ ചെയ്യോ? അതെ, പകലായതുകൊണ്ട് എത്രത്തോളം വ്യക്തമാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ സ്പീക്കർ വരുന്നത് ഇവിടെയാണ്, കണ്ടോ? അപ്പം ഒല S1 പ്രോയ്ക്ക് നമുക്ക് ആയ റേറ്റ് എന്ന് പറയുന്നത് 1,34,000 രൂപയാണ്. ഒരു 20,000 രൂപ നമുക്ക് ഓഫറിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, വണ്ടി ധൈര്യമായിട്ട് എടുത്തോ. ആകെ വരുന്ന ഈ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. നമുക്ക് അതിനെന്തായാലും സൊല്യൂഷൻ ഉണ്ട്. എന്തെങ്കിലും ഇഷ്യൂ വന്നാലും നമുക്ക് സർവീസ് സെന്ററിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും, നമ്മളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ വന്ന് അത് ശരിയാക്കി തരാനുള്ള ഉത്തരവാദിത്വവും അവർക്കുണ്ട്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ ആവണ്ട. വണ്ടി എടുത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഫ്യൂവലിന്റെ റേറ്റ് അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഉള്ളത് നല്ലതാണ്. വീട്ടിലൊരു സോളാർ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട. അത് പറഞ്ഞപ്പോഴാ നമ്മൾ വീട്ടിൽ സോളാർ വെക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ പറയേ വരും. അതിൻ്റെ ഓഫർ എന്തിനാണെന്നും അതിപ്പം ഏത് കമ്പനിയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ആ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അടക്കം നമ്മളെ ചാനലിൽ വരും. കാര്യം എന്തായാലും വണ്ടി എടുത്തല്ലോ, ആ കൂട്ടത്തിൽ നമ്മൾ സോളാറിൻ്റെ പാനലുകൾ വെക്കാന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റുകൾ മസ്റ്റായിട്ടും പറയണം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരുടെ അടുത്തും സബ് ചെയ്യാൻ പറയണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.